ഹലോ, ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. വനിതാ അവാർഡിൽ മികച്ച നടൻ മമ്മൂട്ടിയായിരുന്നു. പക്ഷേ അതുമാത്രമല്ല മമ്മൂട്ടിക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. ഒട്ടുമിക്ക അവാർഡുകളും അങ്ങ് തൂത്തുവാരിയിരിക്കുന്നു മമ്മൂട്ടിയും മമ്മൂട്ടി കമ്പനിയും എന്ന് തന്നെ പറയാം. അതായത് മമ്മൂട്ടി സിനിമകൾക്ക് തന്നെയാണ് മികച്ച നടനും മികച്ച നടിക്കും ബെസ്റ്റ് ഫിലിം, ബെസ്റ്റ് ഡയറക്ടർ എല്ലാ അവാർഡുകളും വന്നിരിക്കുന്നത്. അങ്ങനെ നമുക്ക് നോക്കാം. ബെസ്റ്റ് ആക്ടർ മമ്മൂക്ക തന്നെ, ബെസ്റ്റ് ഫിലിം നൻപകൽ നേരത്ത് മയക്കം, ബെസ്റ്റ് ഡയറക്ടർ ജിയോ ബേബി കാതൽ ദ കോർ, ബെസ്റ്റ് ആക്ട്രസ് ജ്യോതിക കാതൽ ദ കോർ. ഇങ്ങനെയാണ് അവാർഡുകൾ വാരിക്കൂട്ടിയിരിക്കുന്നത്. ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നമുക്ക് കാണാൻ കഴിഞ്ഞു, നമ്മുടെ ഏറെ പ്രിയങ്കരനായ മമ്മൂക്കയ്ക്ക് ലാലേട്ടൻ സമ്മാനദാനം നൽകുന്ന ഒരു കാര്യം. ആ ഒരു ചടങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. ഇവരെ രണ്ടുപേരെയും കൂടെ ഒരുമിച്ചൊരു വേദിയിൽ കാണുക, ഒരു സിനിമയിൽ കാണുക എന്നൊക്കെ പറഞ്ഞാൽ മലയാളികളായ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആഹ്ലാദം ഉണ്ടാകുന്ന നിമിഷം തന്നെയാണ്. ഇതിന് മധുരം കൂട്ടുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അവാർഡ് കാറ്റഗറിയിലേക്ക് പോവുകയാണെങ്കിൽ മികച്ച നടൻ എന്നുള്ള ഒരു ചിന്തയുണ്ടെങ്കിൽ, നല്ല സിനിമകൾ എന്നുള്ളൊരു ചിന്തയുണ്ടെങ്കിൽ അത് തീർച്ചയായും കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ മമ്മൂട്ടി സിനിമകളും തന്നെയാണ് എന്നുള്ള നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം അടുപ്പിച്ച് കുറേ സിനിമകൾ ഇറങ്ങുമ്പോൾ ഏതിന് അവാർഡ് കൊടുക്കും, ഏതെങ്കിലുമൊക്കെ അല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ എന്നൊരു ചോദ്യം നോർമലാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പുഴുവാണേലും നൻപകൽ നേരത്ത് മയക്കമാണേലും കാതൽ ദ കോറാണേലും ഭീഷ്മപർവമാണേലും റോഷാക്കാണെങ്കിലും ഒക്കെ നമുക്ക് എടുത്തു പറയാനുള്ള കാര്യം വേറെ ഒന്നുമല്ല, അത് ആ റേഞ്ചിൽ തന്നെയായിരുന്നു. മമ്മൂട്ടി എന്ന നടൻ അദ്ദേഹത്തെ എത്രത്തോളം ഗംഭീരമായി സ്ക്രീനുകളിൽ പ്രസൻറ്റ് ചെയ്തു എന്നുള്ളൊരു കാര്യമാണ്. ഇന്ന് യൂത്ത് നടന്മാർക്ക് പോലും അല്ലെങ്കിൽ അവരുടെ ചെറുപ്പത്തിന് പോലും തോൽപ്പിക്കാൻ കഴിയാത്ത ചെറുപ്പവും ഒപ്പം അഭിനയശേഷിയും കൊണ്ട് നിൽക്കുന്ന നടനാണ് മമ്മൂട്ടി എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ നമ്മളുടെ ഓൾഡ് ജനറേഷൻ നായകന്മാരിൽ എടുത്തു കഴിഞ്ഞാൽ അവിടെയും ഇതേ കാര്യങ്ങൾ തന്നെ വരുന്നു. അവരുടെ ഒപ്പം നിന്ന് അവരെക്കാൾ മികച്ച നടനായി മാറി. ഇൻബോൺ ആക്ടറൊന്നുമല്ല മമ്മൂട്ടി എന്ന് പറയുന്നത്, അദ്ദേഹം മെയ്ഡ് ആക്ടർ തന്നെയാണ്. കഷ്ടപ്പെട്ട് തന്നെ എത്തിയിരിക്കുന്ന നടനാണ്. ആ ഒരു കഷ്ടപ്പാട് വരുമ്പോൾ നമുക്കൊരു കാര്യം പറയാം, നേട്ടം എങ്ങനെ വരുന്നു എന്നുള്ളത്. കാരണം സ്ഥിരമായിട്ട് ഒരേ കാര്യത്തിന് വേണ്ടി തന്നെ അമ്മാതിരി കിണഞ്ഞ് പരിശ്രമിക്കുമ്പോൾ ഇന്ന് യൂത്തിലുള്ള അല്ലെങ്കിൽ യൂത്ത് നടന്മാർ പലരും ആഗ്രഹിക്കുന്നതും ഫോളോ ചെയ്യുന്നതും മമ്മൂട്ടിയാണ്. വേറൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ കഠിന പ്രയത്നം കൊണ്ട് തന്നെയാണ് അദ്ദേഹം നമ്പർ 1 നിൽക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും വനിതാ അവാർഡ് തൂത്തുവാരിയിരിക്കുന്നു മമ്മൂട്ടിയും മമ്മൂട്ടി കമ്പനിയും. ബെസ്റ്റ് ആക്ടറായി തിരഞ്ഞെടുത്തപ്പോൾ ബെസ്റ്റ് ഫിലിം നൻപകൽ നേരത്ത് മയക്കം കൊണ്ടുപോയപ്പോൾ ഇത് ആ ബെസ്റ്റ് ഫിലിം നൻപകൽ നേരത്താണോ കാതലാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരികയും, മികച്ച നടൻ മമ്മൂട്ടി വരുമ്പോൾ അവിടെയും കൺഫ്യൂഷൻ വരുന്നു. ഏത് സിനിമയ്ക്കാണ് അദ്ദേഹത്തിന് മികച്ച നടൻ കൊടുക്കേണ്ടത്? ശരിക്കും പറഞ്ഞാൽ എല്ലാ സിനിമകളും അമ്മാതിരി തന്നെയായിരുന്നു. പിന്നെ ഇതിനകത്ത് യാതൊരു സംശയമില്ലാത്തൊരു കാര്യം ബെസ്റ്റ് ആക്ട്രസിൻ്റെ കാര്യമാണ്, ജ്യോതിക എന്നുള്ളത്. പക്ഷേ അവിടെയും കടുത്ത മത്സരം എന്തുകൊണ്ട് കാണിച്ചില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് എടുത്തു പറയാനുള്ളത്. ഈ പറഞ്ഞ പോലെ വേറെ സിനിമകളില്ല, അല്ലെങ്കിൽ വേറെ സിനിമയിൽ ചെയ്തേക്കുന്നവരെക്കാളൊക്കെ മുകളിൽ നിൽക്കുന്നു ജ്യോതികയുടെ പെർഫോമൻസ് എന്നുള്ളത്. ഇനി കഴിഞ്ഞ വർഷത്തെ റോഷാക്ക് എടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ബിന്ദു പണിക്കരുമായി ഏറ്റുമുട്ടാമായിരുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ്. എന്തായാലും ഗംഭീരമായിരിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ മമ്മൂട്ടി അവാർഡുകൾ ഏറ്റുവാങ്ങുമ്പോൾ ഈ പ്രാവശ്യവും നമുക്ക് ഉറപ്പിക്കാം, നാഷണൽ അവാർഡ് അതിൻ്റെ രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ അത് മമ്മൂട്ടിക്ക് തന്നെയായിരിക്കും ലഭിക്കുക. അതല്ലെങ്കിൽ പല ഹിന്ദിക്കാരോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമൊക്കെ കൊണ്ടുപോയെന്നും ഇരിക്കാം. അതിപ്പോൾ മലയാളത്തിന് ഇപ്പോൾ മൊത്തത്തിൽ പറയാനുള്ള ഒരു കാര്യമാണ് എന്ന് നമുക്കറിയാം. എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്തതാണ് ഗ്രേറ്റ് മീഡിയ.